ആശാസമരത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക പ്രവർത്തകർ നടത്തുന്ന പൗരസാഗരം ഇന്ന് കേരള മാഷമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പതിനായിരങ്ങൾ അണിനിരക്കും. ആശാസമരം 60 ദിനരാത്രങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ പൗരസാഗരത്തിൽ അണിനിരക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. പൗരസാഗരമാണിന്ന് തലസ്ഥാന നഗരിയിൽ അരങ്ങേറാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയൊരു ജനാവലി തന്നെ ഇന്ന് പ്രതീക്ഷിക്കാമല്ലോ. ഇന്ന് ആശമാർ എങ്ങനെയാണ് രാവിലെ മുതൽ തന്നെ പ്രതികരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് ഈ പൗരസാഗരം എന്ന് പറയുന്നത്. അതിൽ ആശാപ്രവർത്തകരും അണിചേരും. അതോടൊപ്പം തന്നെ ഇതുവരെ സമരത്തിന്റെ ഭാഗമായി നിന്നവരെല്ലാവരും ഈ സമരത്തിൽ അണിചേരും. അങ്ങനെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ ഈ സമരത്തിന്റെ ഈ ചടങ്ങിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. സമരം ആരംഭിക്കുന്നത് 11 മണിക്കാണ്. ഇന്ന് 11 മണിക്ക് സമരം ആരംഭിക്കും. നിരവധി പേർ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള, അതായത് ഈ ഒരു പൗരസാഗരത്തിൻ്റെ ഭാഗമായി ആശാപ്രവർത്തകർ അവരുടെ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. പല ജില്ലകളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും അതോടൊപ്പം തന്നെ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആശാപ്രവർത്തകർ എത്തിയിരിക്കുന്നു. സത്യാഗ്രഹം ഒരിടത്ത് തുടരുകയും ചെയ്യുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ആശാസമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൗരസാഗരം പരിപാടിക്ക് എത്തുവാൻ ഉള്ളത്. ആ പൗരസാഗരം നടക്കുവാൻ 11 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരപ്പന്തലിന് സമീപത്തായിട്ട് ഈ സമരം ആരംഭിക്കും. നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്യും. വലിയ ജനസാഗരം ഇതിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ഈ ആശാസമരസമിതിയും പറയുന്നത്. അതിൻ്റെ പ്രതീക്ഷയിൽ കൂടിയാണ് ആശാസമരസമിതിയും ഉള്ളത്. സമരം 62ാം ദിവസമാണ് എത്തിയിരിക്കുന്നത്. ഈ 62ാം ദിവസം എത്തുമ്പോഴും സർക്കാർ കാണിക്കുന്ന അവഗണന, സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഓണറേറിയം എന്ന അടിസ്ഥാന ആവശ്യത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അങ്ങനെ ആ സാഹചര്യത്തിലാണ് വീണ്ടും സമരം ശക്തമാക്കുന്നത്. സമരം തുടർന്നും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 62 ദിവസങ്ങൾ പിന്നിടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സമരം കൂടുതൽ ശക്തമാണ്. ഇപ്പോൾ നേതാവ് MA ബിന്ദു കൂടി നമ്മളോടൊപ്പം ചേരുന്നു. പൗരസാഗരം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ എത്രത്തോളം പങ്കാളിത്തം ഉണ്ടാകും? എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ? പങ്കാളിത്തം വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായിട്ട് നിൽക്കുകയാണല്ലോ, അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിൽ നിന്നുള്ള എല്ലാവരും രാത്രിയിലൊക്കെ പുറപ്പെട്ടവരും രാവിലെ പുറപ്പെട്ടവരും ഒക്കെ ഇങ്ങോട്ട് എത്തി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വരും. ജില്ലയിലുള്ള ആളുകളും ഞങ്ങൾക്ക് പ്രതീക്ഷ ഭംഗിയിട്ടില്ല, വളരെ നല്ല പങ്കാളിത്തം തന്നെ ഉണ്ടാകും. കാരണം ഇതൊരു വൈകാരിക വിഷയമാണിപ്പം. അപ്പോൾ അതുകൊണ്ട് മഴയോ അതുപോലുള്ള പ്രതികൂല കാലാവസ്ഥയോ അവരെ തടയില്ല ഇങ്ങോട്ട് വരുന്നത്. പിന്നെ പ്രായമായവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ മടിക്കത്തുള്ളൂ. അല്ലാതുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിലുള്ള ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്? സാംസ്കാരിക മേഖലയിൽ നിന്ന് പ്രമുഖരായ എല്ലാ ആളുകളും എത്തിച്ചേരും. ആരോഗ്യ പ്രശ്നങ്ങളാൽ ചിലർക്ക് വരാൻ കഴിയില്ല. ഇപ്പോൾ സാറാ ജോസഫിനെ പോലുള്ള ആളുകൾക്ക് ഇവിടെ വരാൻ കഴിയാത്ത കാരണം അവരുടെ വീടിൻ്റെ മുന്നിലിരുന്ന് ഈ സമരത്തോടൊപ്പം, ഈ സാംസ്കാരിക സാഗരത്തോടൊപ്പം ചേരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെയാണ് പല പ്രായമായ ആളുകളുടെ, ബാക്കി എല്ലാവരും ഇവിടെ എത്തിച്ചേരും. 11 മണി മുതലാണല്ലേ? 11 മണി മുതൽ പല ജില്ലയിൽ നിന്നും ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം പല ജില്ലയിൽ നിന്നും വന്നിട്ടുണ്ട്, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ വരുന്നുണ്ട്, വണ്ടി പിടിച്ചൊക്കെ വരുന്നുണ്ട്. ബസ്സിൽ വരുന്നവർക്ക് ട്രാഫിക്കിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നാലും എത്തിച്ചേരും. വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പരിപാടി തന്നെയായിരിക്കും. CPM പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ ഒരു പരാമർശം ശ്രദ്ധിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്താണ്? ഈ സമരത്തോട് സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പരാമർശം നടത്തിയിരുന്നു. ഇല്ല, അതൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം അത് തുടക്കം മുതലുള്ള കാര്യമാണല്ലോ. അതിനകത്ത് നമ്മൾ മറുപടി പറയേണ്ട കാര്യവും ഇല്ല. സമരത്തിൻ്റെതായ രീതിയിൽ പോകും. ഇതിനെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ആശാ വർക്കർമാരുടെ സമരമല്ല, ഇതൊരു സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റമായി മാറി. അപ്പോൾ അത് ആരധിക്ഷേപിച്ചാലും എന്ന് പറഞ്ഞാലും സമരത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട്. തൊട്ടപ്പുറത്ത് വനിതകളുടെ മറ്റൊരു സമരമുണ്ട്, CPO ഉദ്യോഗാർത്ഥികളുടെ സമരം. ഇവിടെ ആശാപ്രവർത്തക സമരം. ഈ 2 സമരങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് വനിതകൾ നടത്തുന്ന സമരമാണ്. ഈ 2 സമരത്തോടും സർക്കാർ കാണിക്കുന്ന സമീപനവും ഒന്ന് തന്നെയാണ്. പക്ഷേ അങ്ങനെ കാണിക്കാൻ പാടില്ല. കാരണം ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. സ്ത്രീപക്ഷം ആണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിന് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അവരുയർത്തുന്ന എന്ത് കാര്യമാണേലും അത് കാണാനും
സംസാരിക്കാനും ഭരണാധികാരികൾ തയ്യാറാകണം. അതേത് ഭരണാധികാരിയാണെങ്കിലും അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പുറത്തെ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് വളരെ വിഷമമാണ്. കാരണം ഞങ്ങളുടെ മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണത്. അവർ വളരെയധികം സ്വയം പീഡകൾ ഏറ്റിക്കൊണ്ടാണ് അവരിയ്ക്കുന്നത്. അവരുടെ മുന്നിൽ ജീവിതം അസ്തമിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. അത്തരം ഒരു മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കണ്ടേ സർക്കാർ? അവരൊരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ ഖദീജ മുംതാസിനെ പോലുള്ള ആളുകളൊക്കെ ഓൾറെഡി വെളുപ്പിനെ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം ഇവിടെ വരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുതന്നെയാണ് ദേവിക, സാംസ്കാരിക കേരളം ഒന്നാകെ ഇവിടേക്ക് അണിചേരുകയാണ്, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അണിചേരുകയാണ്. 62 ദിവസം പിന്നിടുമ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തുന്ന ഒരു വലിയ ജനസാഗരം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പൗരസാഗരം എന്ന് പറയുകയും ചെയ്തത്. തലസ്ഥാനത്ത് മഴയാണ്. മഴയെ പോലും വകവെക്കാതെ ആശമാർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വലിയൊരു ജനാവലി ആയിരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രശാന്ത്, കൂടുതൽ അപ്ഡേറ്റുകളുമായി തുടരുക.